എന്താണത്? നിന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് പേഴ്സണൽ കാര്യങ്ങൾ ഇടപെടണ്ടെന്ന്. ചുമ്മാ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. അരുൺ, എന്താ താമസിച്ചേ? സോറി മോളെ, ഞാൻ വരാൻ തുടങ്ങിയപ്പോഴാ ഈ കുരിശന്റെ കൂടെ കയറി പോന്നത്. അതെത്ര വൈകിയത്? രാജ, നീ ഒരു കാര്യം ചെയ്യും, നീ ഇവിടുന്നില്ലേ, ഞാനിപ്പോ വരാം. കയറി മോളെ. രാജ, സോറിടാ, ഞാൻ ഇത്ര സമയം വെയിറ്റ് ചെയ്തെന്ന് അറിയോ നിനക്ക്? എടാ നീ ക്ഷമിക്ക്, റിയലി സോറി. ഹരി ഇതുവരെ എത്തിയില്ലേ? അവൻ ഇന്ന് വരില്ലെന്നറിയില്ല നിനക്ക്? ഓ, ഒന്ന് വിളിക്കോ? വരുന്നുണ്ടോ? വാങ്ങാണോ? ഒന്ന് മതി. വാങ്ങിച്ചോ? ഒന്ന് മതി. പാവം, അവന് കൊടുത്തേക്ക്. ഇതാ. എന്തുവാടാ ഇത് വെച്ചേ. എന്തൊരു ദുഷ്ടനാണ് അരുൺ, സത്യായിട്ടും. ഈ നിലയ്ക്ക് പോയാൽ ഞാൻ ഇവിടെ കൊല്ലേണ്ടി വരില്ലോ. എന്തോ കള്ള. രാജിക്ക് നാണം വന്നു ശരിക്കും. വന്നു വരുന്നു. അപ്പൊ നമുക്ക് പോവാം. വേണ്ട, ഇത് ഞാൻ കൊടുത്തോളാം, എന്റെ കയ്യിലുണ്ട്. നമ്മൾ ഇങ്ങനെയൊക്കെ നടന്നാ മതിയോ? നമുക്കൊരു ജീവിതം വേണ്ടേ? നിനക്കറിയോ എന്റെ പ്രശ്നം? കൂട്ടുകാർക്കൊപ്പമാണ് ഞാൻ താമസിക്കുന്നത്. കൂട്ടുകാരുടെ ചെലവിലാണ് എല്ലാം. എനിക്കൊരു 2 മാസത്തെ സമയം തരണം. എനിക്ക് പറയാൻ പറ്റത്തില്ല 2 മാസമൊന്നും, മനസ്സിലായോ? എന്റെ കല്യാണ ആലോചന അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ശരി, വേണ്ടകം. എടാ നിയാസേ, എങ്ങ വന്നേ? ആ, എന്തെണ്ണാ? നീ ശരിയാക്കി തന്ന വണ്ടി ഇപ്പൊ പഴയതിലും കഷ്ടമാണ്. ആ, ഈ തട്ടക നിയാസേ കൈവച്ച വണ്ടിയല്ലേ, ഏത് വണ്ടിയും പാറ പറക്കും.
അതെനിക്ക് തോന്നി. ഇതിന്റെ പല പാഴ്സുകളും എനിക്ക് വഴിയിൽ നിന്ന് നുള്ളിപ്പറക്കിയെടുക്കേണ്ട അവസ്ഥയാ വന്നത്. അണ്ണാ അങ്ങനെ പറയരുത്. ഈ തട്ടകൻ നിയസ് തൊട്ട വണ്ടികളൊന്നും ഇതുവരെ തിരിച്ചു വന്നിട്ടില്ല. അത്രയ്ക്ക് ഉത്തരവാദിത്തത്തോടു കൂടിയാണ് ഞങ്ങൾ ഓരോ വണ്ടിയും ചെയ്യുന്നത്. അണ്ണൻ വേണമെങ്കിൽ പുറത്ത് ആരോടും ചോദിച്ചു ഈ തട്ടകൻ നിയസ് ആരാണെന്ന് അല്ലേ? മതിയടാ നിന്റെ വാചകം. ഈ വണ്ടിയുടെ പണിയൊന്ന് നോക്ക്. മണിമോനെ, 8ന്റെ സ്പാൻഡിങ് എടുക്ക്. ശരി ശരി. ഇതാരാടാ? പുതിയ സ്റ്റാഫാണോ? ഇതാണ് ഞങ്ങളുടെ പുതിയ സ്റ്റാഫ് മണിമോൻ. മെടുക്കനാ അണ്ണാ. 8ന്റെ സ്പാൻഡർ ഇത് മതിയാ? എന്ത് വേടേ ഇത് വെച്ചടിക്കും ഞാൻ. 8ന്റെ സ്പാൻഡർ എടുത്തോണ്ട് ഓ യവനെയൊക്കെ ഒരു പണിക്ക് വെച്ച അണ്ണാ. 8ന്റെ സ്പാൻഡർ കറക്റ്റാണ്. 8ന്റെ സ്പാൻഡർ മെടുക്കനാണ്, ഞാൻ പറഞ്ഞില്ലേ. മണിമോനെ നിന്റെ സ്ഥലം എവിടെയാണ്? ബുദ്ധിമുട്ടാണെങ്കിൽ വേണ്ട, ബുദ്ധിമുട്ടണ്ട. എല്ലാം എനിക്ക് മനസ്സിലായി. മനസ്സിലായില്ലേ? അരുണിനെ ഒരു സ്ത്രീക്കും വിട്ടുകൊടുക്കില്ല. ഒരു സ്ത്രീക്കും എന്നിൽ നിന്നും പിരിക്കാനാവില്ല. രാജ, ആ ഫോണെന്ന് എടുക്ക്. എടാ നിന്നോടല്ലേ പറഞ്ഞ ഫോൺ എടുക്കാൻ. ഹലോ ഹലോ. അരുണല്ല, ഞാൻ രാജയാ. അവനിവിടെ ഉണ്ട്. ഞാൻ നിന്നോട് കാര്യം പറയട്ടെ? എനിക്ക് നിന്നോട് കുറച്ച് സംസാരിക്കാണ്ട്. അരുൺ അറിയണ്ട, ഇന്ന് വൈകിട്ട് ബീച്ചിൽ വരണം. അപ്പൊ പറഞ്ഞ പോലെ. ആരുടെ ഫോണില്? നീയായിരുന്നു. ഞാൻ കുളിക്കായിരുന്നു. പിന്നെന്താ? വലിച്ചഴിച്ചു കൊണ്ടുപോകുന്നേ. നീ വാ, ഞാൻ പറയാം. എന്റെ കൈ വേദനിക്കുന്നു. വിട്. നീ വാ. വിടൂ. ഈ കടപ്പുറത്ത് തിരമാലകൾ കാണാനാണോ എന്നെ വിളിച്ചത്? പറ, എന്താ പ്രശ്നം? നീ പറയുന്നത് കേട്ടാൽ എനിക്ക് വിഷമാവും. നീ ആളെ ടെൻഷൻ അടുപ്പിക്കാതെ കാര്യം പറയടാ. അരുണിന്റെ ഇപ്പോഴത്തെ പോക്ക് ശരിയല്ല. അവന് വേറൊരു കാമിയുണ്ട്, എനിക്കറിയാതെ. നീ ഒന്നും പറയണ്ട. നീ അതിനാണോ എന്നെ വിളിച്ചത്? ഞാൻ പോകുന്നു, ബൈ. ഞാൻ പറയുന്നത് കേൾക്ക്. ആര് പറഞ്ഞാലും ഞാൻ നേരിൽ കാണാതെ ഒന്നും വിശ്വസിക്കില്ല. എന്റെ അരുണിന് എന്നെ അല്ലാതെ വേറൊരു പെണ്ണിനെ സ്വപ്നം കാണാൻ പോലും പറ്റില്ല. അതെനിക്കറിയാം. എനിക്ക് കൈ വേദനിക്കുന്നു. സത്യമാണ്. നീ പോടാ. ഞാൻ നിന്നെ വിടില്ല. ഇവിടെ ജീവിച്ചിരുന്ന എനിക്ക് ഒരിക്കലും എന്റെ അരുണിനെ കിട്ടില്ല. എന്തുവരടാ നിനക്ക്? ഒന്നുമില്ല. തട്ട് കാണല്ലോ. എന്തിനാ രാത്രി വിളിക്കുന്നു? എന്താണ് നീസേ? എന്താണ് നീസേ? നീ എന്താണ് പറയുന്നേ?
ഹലോ. അരുണേട്ടൻ്റെ കാര്യം വളരെ വലിയ കഷ്ടമാണ്. ഭയങ്കര സങ്കടത്തിലാണ് പുള്ളി. ഭയങ്കര വിഷമമുണ്ട്. ശരി. എടാ അളിയ, നമുക്കെന്ത് ചെയ്യാൻ പറ്റും? നീ ഇങ്ങനെ വിഷമിക്കരുത്. അരുണണ്ണ, എന്തിനാ ചേച്ചി അവിടേക്ക് പോയത്? അന്ന് രാവിലെയും കൂടി ഞാൻ ചേച്ചിയെ കണ്ടതാ. ആരെങ്കിലും അറിയാവുന്നവര് ആ ചേച്ചിനെ അവിടെ വിളിച്ചുകൊണ്ട് പോയതായിരിക്കും. ഉറപ്പാ. അവിടെ പകല് പോലും ഒറ്റയ്ക്കാരും പോവാറില്ല. അരുണേ, നീ എഴുന്നേൽക്ക്, എന്തെങ്കിലും കഴിക്കടാ. വേണ്ടല്ലേ? ശരിയടാ, അപ്പൊ ഞാൻ പോവേണം. അപ്പോ ഞങ്ങളും ഇറങ്ങാം. മണിമോനെ, ആ രാജ ഉണ്ടല്ലോ, ആ സുജിയും കൊണ്ട് ആ കടലിനടുത്തുള്ള ക്ലിഫിന്റെ മുകളിൽ നിൽക്കുന്നത് ഞാൻ കണ്ടതാ. ഹലോ, ആരാണ്? തട്ടകൻ നിയാസ. ഒരു പ്രധാന കാര്യം പറയാനാ വിളിച്ചത്. എന്താ കാര്യം പറ. അണ്ണാ, അന്ന് രാജയും സുജയും കൂടി കടപ്പുറത്ത് ക്ലിഫിന്റെ മുകളിലേക്ക് പോകുന്നത് കണ്ടവരുണ്ട്. നീ പറഞ്ഞത് സത്യമാണോ? എനിക്ക് ഉറപ്പ് പറയാൻ പറ്റില്ല, എന്നാലും അതിലെന്തോ ഇല്ലാതില്ല. എന്തായാലും ഇപ്പോഴും ആരോടും പറയണ്ട. ശരിയാണ്, ഞാൻ ആരോടും പറയണില്ല. ശരിയടാ. എന്തിനാണ് നീ വിഷമിക്കുന്നത്? നിനക്ക് ഞാനില്ലടാ. എന്തുമാത്രം സ്വപ്നങ്ങൾ കണ്ടതാ. എല്ലാം ഉപേക്ഷിച്ച് കൂടെ വരാൻ നിന്നോ. ദൈവം ഒരവസരം ഞങ്ങൾക്ക് തന്നില്ലല്ലോ. പോയത് പോട്ടറാ. പോയതിനെ കുറിച്ച് ആലോചിച്ചിട്ട് എന്താ കാര്യം? എന്താടാ? ആ തട്ടക നിയാസ് വിളിച്ചെന്നെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അവൻ രാജാ, രാജാ, എന്താടാ? രാജാ, രാജാ, എന്താടാ ഇത്? എന്താ പറ്റിയത്? എന്താ പറ്റിയെന്ന് പറ. എങ്ങനെ ഇത് സംഭവിച്ചു? രാജാ, രാജാ, രാജാ.